സ്തോത്രം. റോമ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യം വായിച്ചു. 17, 18 വരെ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായി തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവന് കഠിനരാക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവത്തിന്റെ കയ്യിലാണ് സകല മനുഷ്യരുടെ ഹൃദയം ഇരിക്കുന്നത്. കാരണം ദൈവത്തിന് ആ ഹൃദയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും കരുവാക്കാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് സാധിക്കും? ദൈവത്തിന് കനിവ് തോന്നണം, എനിക്ക് കനിവ് തോന്നണം, കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നിയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവന് കനിവ് തോന്നുകയും ചെയ്യും. ഇപ്പൊ ദൈവത്തിന് കരുണ തോന്നണം, കനിവ് തോന്നുന്നവരൊക്കെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും. കാരണം അപ്പൊ നമ്മളോട് ദൈവത്തിന് കരുണ തോന്നിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളോട് കരുണ കാണിക്കത്തില്ല. ദൈവത്തിന് നമ്മളോട് കനിവ് തോന്നിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളോട് കനിവ് കാണിക്കത്തില്ല. നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരോട് ആണ് വിരോധം വെക്കുന്നത്. മനുഷ്യരോടാണ് നമ്മൾ പോരടിക്കുന്നത്. മനുഷ്യരോടാണ് നമ്മൾ എന്താ പറയാ ഒരു ഇതെല്ലാം അവര് നമ്മളോട് എന്നാലും ഇങ്ങനെ പെരുമാറിയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് കാണിച്ചല്ലോ, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാ ഉള്ളത്തിൽ മനുഷ്യനാണ് നമ്മളോട് ചെയ്തത്. പക്ഷെ ഞാൻ പറയുന്ന കണക്ക് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണിത്. കാരണം ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാനിവിടെ വിഷമത്തോടെ പറഞ്ഞു, നീ എന്തിനാ വിഷം വെക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടാ തരാത്ത, അല്ലെ ഞാൻ പറഞ്ഞ ഈ രാജാവിനെ കൊണ്ടുതരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചാണ് മറ്റുള്ള മനുഷ്യൻ നിന്നോട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനോട് നിനക്ക് വിരോധം തോന്നിയാൽ നിനക്ക് സങ്കടം തോന്നി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ദൈവം അന്നൊരിക്കലും എന്നോട് പറഞ്ഞ എനിക്ക് അതെന്റെ മനസ്സിൽ അന്ന് പോലെ ഉള്ളത് കൊണ്ട് പിന്നെ എന്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ആര് കാണിക്കുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ല. കാരണം വെച്ചാൽ അത് ദൈവം. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് ആ ദൈവം ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ചിന്താഗതി മാറണം. മനുഷ്യൻ ഏത് മനുഷ്യനാകട്ടെ, അതിപ്പം വിശ്വാസിയോ അവിശ്വാസിയോ അല്ലെ നിരീശ്വരവാദിയോ എന്താ പറയാ അധീശ്വരനുള്ളത് നടക്കുന്ന ആരും ആയിക്കോട്ടെ, പക്ഷെ ആ മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും കനിവ് തോന്നാതിരിക്കുന്നെങ്കിലോ കരുണ തോന്നാതിരിക്കുന്നെങ്കിലോ ഹല്ലേലൂയ അവരോട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിരോധം വെക്കരുത്. ഹല്ലേലൂയ. കാരണം അത് ദൈവത്തിന്റെ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കിയാലാണ് നമ്മളോടൊരിക്കലും കരുണയോടെ പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഫറവോന്റെ ഹൃദയത്തെ കഠിനം അത് തന്നെയാണ് ദൈവം എപ്പോഴും ഇടയ്ക്ക് നമ്മളോട് എത്താറ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് കർത്താവ് പറയുന്നത് എന്ന് കഴിയുന്നത്. എന്നിട്ട് അവൻ മോശം എന്നിട്ട് അതുകൊണ്ട് ഇച്ഛിക്കുന്നതിനോ അല്ല ഓടുന്നതിനോ അല്ല, കാരണം ദൈവത്താൽ അത്രയും സകലവും ശ്രദ്ധിക്കുന്നത് സാധിക്കും. അപ്പൊ ഇതും അടുത്ത് വലിയൊരു പോയിന്റാണ്. അപ്പൊ ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധിക്കും. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ അയ്യോ നമ്മൾ ഉറക്കം ഇരുന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം വരും. അതാണ് അപ്പൊ സത്യം നമ്മുടെ മനസ്സിന്റെ ജലത്തിന്റെ ഇതനുസരിച്ചാണെങ്കിൽ അടക്കടന്ന് എഴുന്നേക്കാൻ ഒരു ചാൻസും ഇല്ല, അടക്കടന്ന് ഉറങ്ങിപ്പോകും. പക്ഷെ അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ വലിയ കാര്യത്തെ എത്രയാ ഉറക്കം വന്നിട്ടും വന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, മറ്റാർക്കും ഇല്ലാത്ത ക്വാളിറ്റി നമുക്കുണ്ടെന്നൊക്കെ നമ്മുടെ മനസ്സിലായി. അപ്പൊ ദൈവം പെട്ടെന്ന് പറയും, മോളെ നിന്റെ കഴിവിലും മിടുക്കിലും വന്നല്ല നീ ഇവിടെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്, നീ ഇവിടെ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് എന്റെ കരുണയാണ്, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ പറഞ്ഞ അങ്ങനെ തന്നെ പറയുന്നത് ഇച്ഛിക്കുന്നാലും ഓടുന്നാലും കാരണം ദൈവത്താൽ അത്രയും. അപ്പൊ നമ്മളുടെ ദൈവത്തിന്റെ കരുണയാലാണ് നമുക്കിത് വന്നിരിക്കാൻ സാധിക്കും, നമുക്ക് ഓടാൻ സാധിക്കും, നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യർ പറയാറുണ്ട്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് വാ തുറന്ന് പറയാൻ വേണ്ടി നാക്ക് ചലിപ്പിച്ച് പുറത്തേക്ക് സംസാരിക്കാൻ കഴിയുന്നത് അത് ദൈവത്തിന്റെ കാരണം മാത്രമാണ്. അല്ലെ? ദൈവത്തെ തള്ളി പറയാനായിട്ടാണെങ്കിൽ പോലും അവരുടെ വായി തുറന്ന് നാവ് ചലിപ്പിക്കാൻ കഴിയുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവം കരുണ കാണിച്ചില്ലെങ്കിൽ
സംസാരിക്കാൻ കഴിയത്തില്ല, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല, നോക്കാൻ കഴിയത്തില്ല, നടക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒന്ന് കഴിക്കാൻ കഴിയത്തില്ല. എത്രയോ ആൾക്കാർ എത്രയോ പണം ഉണ്ടായിട്ട് സമ്പത്ത് പല പ്രതാപത്തിനും പ്രശസ്തിയിലും ഒക്കെ ഇരിക്കുന്ന മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് ഒന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ കഴിയാതിരിക്കുന്ന എത്രയോ സമ്പത്തുള്ളവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതൊക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തരും ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ദൈവം കൃപയാൽ ഇതിന്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ കഴിയുന്നെങ്കിൽ പോലും അത് ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. അപ്പൊ അത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ കരുണയെ നമ്മൾ മറന്നു പോല, ദൈവത്തിന്റെ സ്നേഹത്തെ കൃപയ ദൈവത്തെ. അപ്പൊ അവിടെ പറയുന്നത്, ഇതിനെ ഇച്ഛിക്കുന്നതിനുമല്ല ഓടുന്നവനുമല്ല, കാരണം ദൈവത്താൽ അത്രയും സകലവും സാധിക്കും. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കുന്നത്, എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടത്. അപ്പം ഫറവോനോട് പറയുന്ന കാര്യം അത്. ഹല്ലേലൂയ. എന്താ പറയാ, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തി. എന്തിനാ നിർത്തിയിരിക്കുന്നത്? ഫറവോന്റെ വിചാരം, ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ വിടാതിരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഫറവോന്റെ വിചാരം, ഫറവോന്റെ എന്തോ ശക്തിയിലെത്തും. പക്ഷേ ദൈവം എന്താ പറയുന്നത്? ഇതിനായിട്ട് ഞാൻ നിന്നെ നിർത്തി. എന്തിനാ? എന്റെ ശക്തി, നിന്നിൽ എന്റെ ശക്തി കാണിക്കുന്ന, എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെട്ടെന്ന് തിരുവഴുത്തിൽ ഫറവോൻ അരുളിച്ചെയ്യുന്നു. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഫറവോൻ ആദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. മോശ ചെന്നിട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ജനത്തെ വിട്ടയക്കണമെന്ന് ഞങ്ങളുടെ ദൈവം പറഞ്ഞു എന്ന് പറയുമ്പോൾ, ആരാകുന്നു യഹോവ, ആരാകുന്നു യഹോവ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി കാണിക്കണം ദൈവത്തിന്. ആമേൻ. അതിനായിട്ട് ഇവിടെ ഫറവോനെ നിർത്തിയേക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഫറവോനെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് കൊന്നു കളയാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും 10 ബാധ അയച്ച് ഈ ആൾക്കാരെ വിടിയിക്കേണ്ട കാര്യം ഒന്നുമില്ല. ചെന്ന് അങ്ങോട്ട് വിടാൻ പറഞ്ഞ വിടും, അല്ലെങ്കിൽ മൊത്തത്തിന് അങ്ങോട്ട് ഒരു എന്താ പറയാ, അപ്പൊ തന്നെ നശിപ്പിച്ചു കളയാനുള്ള ദൈവത്തിന് അതിന് കഴിയും. പക്ഷേ അവിടെ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് ഫറവോന്റെ ചോദ്യം, ഫറവോൻ ഓരോ ദിവസവും ഹൃദയത്തെ കഠിനമാക്കി ചെയ്യുമ്പോൾ ഇത് എന്തിനാ പറയാ, എന്റെ ശക്തി നിന്നിൽ കാണിക്കേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. നിന്നിൽ എന്റെ ശക്തി കാണിക്കുക, എന്റെ നാമം സർവ്വഭൂമിയിൽ പ്രസ്താവിക്കും. അപ്പൊ ആ ശക്തി, ദൈവത്തിന്റെ ശക്തി ഫറവോനെ കാണിക്കണം. അതുപോലെ ആ ദൈവത്തിന്റെ നാമത്തെ സർവ്വഭൂമിയിലും പ്രസ്താവിക്കണം. കാരണം നമ്മൾ കാണുന്നുണ്ട് ചെങ്കടലിന്റെ ആ ഭാഗത്തേക്ക് എത്തിക്കും. പക്ഷെ ആ അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഹല്ലേലൂയ നമ്മുടെ രാഹാബൊക്കെ ഹല്ലേലൂയ ജോഷുവ കൊറ്റുന്നൊക്കെ ചില പറയുന്ന വാക്കുണ്ട്. ഹല്ലേലൂയ. അത് കേട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. ദൈവത്തെ പ്രതിയുള്ള ഭയം വീണിട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. അങ്ങനെ പറഞ്ഞ ഹൃദയത്ത് അത്രയ്ക്ക് ഭയം എല്ലാം മനുഷ്യരിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്ക്, അല്ലെ എല്ലായിടത്തേക്കും എത്തി. കാരണം ഒരു ചെങ്കടലിനെ പിളർന്ന ദൈവം ഹല്ലേലൂയ സ്വന്തം ജനത്തിന് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേട്ടിട്ട് അവിടെ ഹൃദയം ഉരുകിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പ്രസ്താവിക്കപ്പെടുന്ന തിരുവഴുത്തിൽ ഫറവോൻ ചെയ്യുന്ന, അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോ കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ കഠിനമാക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മനസ്സുള്ളവരോട് കരുണ തോന്നി മനസ്സുള്ളവനെ കഠിനമാക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുപോലെ അവിടെ നമുക്ക് കാണാം 10 ബാധകൾ അയക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം ഫറവോൻ അവിടുന്ന് വിട്ടയക്കുന്നു. അതിനുശേഷം ഇവർ പോകുന്ന സമയം യാത്രയിൽ വീണ്ടും പിന്തുടരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം. അപ്പൊ അവരും വിചാരിക്കും, ഇസ്രായേൽ ജനം വിചാരിക്കും, അയ്യോ ഇതെന്താണ്, നമ്മുടെ ദൈവം പറഞ്ഞിട്ട് അത് പിന്നെയും വിടാമെന്ന് പറയും, വിടത്തില്ല, അല്ലെ വിടാമെന്ന് പിന്നെയും മാറ്റി പറഞ്ഞ് പിന്നെയും ബാധ, ഇതെല്ലാം ചെയ്ത് അപ്പോഴൊന്ന് പുറപ്പെട്ട് എങ്ങനെയും വന്നപ്പോ ഇതുപോലെ നമ്മൾ പിന്തുടർന്ന് ഇങ്ങനെ നമ്മൾ ഇത് പിരിയാതെ വിട്ടുമാറാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർക്ക് പലപ്പോഴും സംശയം തോന്നിക്കാണല്ലേ. ദൈവത്തിന് എന്താ പറയാ, ദൈവത്തിന് ശക്തിയില്ലേ, ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല, ഒരു ദിവസം കൊണ്ട് ഇയാളെ അങ്ങ് ഒതുക്കി കളയാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ എന്തിനാ ഇത്ര പാടുപെടുന്നത്, എന്ത് ദൈവമാണെന്നൊക്കെ പലപ്പോഴും ചിലപ്പോൾ തോന്നിക്കാണും. ഹല്ലേലൂയ. പക്ഷേ എങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയൊക്കെ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ ഞാൻ ഇവർ പറഞ്ഞപ്പോ തന്നെ ഫറവോൻ ഇവരെ വിട്ടയക്കുകയായിരുന്നെങ്കിൽ ഇത്രത്തോളം ഈ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമായിരുന്നു. എല്ലാ ജനത്തിനും ഭയം ഉണ്ടാകുമായിരുന്നോ? യഹോവ എന്ന നാമം കേൾക്കുമ്പോൾ ആൾക്കാർ പേടിച്ച് വിറയ്ക്കുമായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിവാഹം കൊണ്ട് കഴിഞ്ഞുടനെ ഒരു കുഞ്ഞുണ്ടായെന്ന് എടുത്തിട്ട് അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത് എല്ലാം കയറി സാക്ഷി പറയോ? ലോകം മുഴുവൻ നടന്ന് പറയോ? ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു. അല്ലെങ്കിൽ അതൊരു നാച്ചുറൽ ഒരു ഇതാണെന്ന് അവർ വിചാരിക്കും. ഹാലേലൂയ. അതേ സമയത്ത് അവൻ വിവാഹം കഴിഞ്ഞ് 10 വർഷം കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഡോക്ടർമാരെല്ലാം പോയിക്കണ്ട് ഒരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു തലമുറയെ കൊടുത്താൽ അയ്യോ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. നമ്മുടെ എല്ലാം മനോഭാവം ഇതാ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാതെയും കരയാതെയും ചോദിക്കാതെയും ദൈവം എന്തൊക്കെ തന്നാലും അതിനൊരു വിലയില്ല. അപ്പൊ അത് നമുക്കൊരു വിലയില്ല. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇരിക്കുന്ന കൂട്ടത്തിന് കോശങ്ങളോ ജെയിംസങ്ങളോ ഒക്കെ വിടുവിക്കപ്പെട്ട ആമേൻ ഹല്ലേലൂയ. അത് ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാൽ ഇത്ര വർഷമായിട്ട് പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ ഇത്രയായിട്ട് കേൾക്കാതിരുന്നിട്ട് ഇപ്പം വിടുവിക്കപ്പെടാ. അയ്യോ അത് ഇത്ര ഭയങ്കര ദൈവം ഭയങ്കര അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഹല്ലേലൂയ വരില്ല എന്നും സാധിക്കില്ല എന്ന് അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തെ ഉയർത്തും. ഹല്ലേലൂയ. ആ സമയത്ത് നോർമലായിട്ട് വിളിക്കുമ്പോൾ തന്നെ വന്നായിരുന്നെങ്കിലോ ഒരു വില ഉണ്ടായ അതിന്. അതൊരു നാച്ചുറൽ രക്ഷയ്ക്ക് ഞങ്ങൾ പറഞ്ഞപ്പോ സുവിശേഷം അല്ലെ പറഞ്ഞത് പോലും ഇല്ല വന്നെന്ന് പറയും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ കൂടെ ഹല്ലേലൂയ നമ്മളെയൊക്കെ ഇങ്ങനെ ദൈവം കൊണ്ടുപോയി പഠിപ്പിക്കുന്ന വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നടക്കാത്ത പല കാര്യങ്ങളും ഹല്ലേലൂയ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും എല്ലാം നമ്മൾ ശ്രമിക്കും. ഹല്ലേലൂയ അവിടെയൊക്കെ ഒന്നും നടക്കാതിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അല്ലെ നടത്തി ആ വിഷയം ദൈവം സാധിപ്പിച്ചു തരുമ്പോൾ നമ്മളുടെ എന്റെ ദൈവത്താൽ മാത്രമേ ഇത് സംഭവിച്ചു. ഹല്ലേലൂയ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഹല്ലേലൂയ ഞാൻ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ പണ്ട് ഇവിടെ യു എന്താന്ന് പോലും അറിയാത്ത സമയത്ത് ഹല്ലേലൂയ ഒരു ജോലിക്ക് ഇത് അയച്ചു കഴിഞ്ഞാല് ഹല്ലേലൂയ നമുക്ക് എല്ലായിടത്തുനിന്ന് ഹല്ലേലൂയ നമുക്ക് വായിക്കുന്നിടത്തൊക്കെ ഇന്റർവ്യൂ വിളിക്കുകയും ജോലി കിട്ടാൻ വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേല് ഇപ്പൊ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ ഇപ്പൊ തന്നെയാണ് നോക്കി നമ്മൾ 2 വർഷമായിട്ട് ഞാൻ ഇവിടുന്ന് അയക്കുന്ന എന്തോരം ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്തൊക്കെ ആരും തിരിഞ്ഞു നോക്കുകയില്ല, ഇന്റർവ്യൂ പോലും വിളിക്കത്തില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ്. കാരണം അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇത്രയും ഹല്ലേലൂയ നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം എന്നിട്ട് നമ്മൾ നോക്കും നമ്മുടെ ജോലി നമ്മൾ അത്ര പെർഫെക്റ്റ് ആണ്, അല്ല അത്രയും നല്ലോണം അത്ര നല്ല എക്സ്പീരിയൻസിലെല്ലാം ഉണ്ടായിട്ട് ആരും തിരിഞ്ഞു പോലും നോക്കുന്നത്. അപ്പം പക്ഷെ എനിക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം 3 4 പ്രാവശ്യം കുറച്ച് നാളത്തേക്ക് ഇതെങ്കിലും ജോലി ലഭിച്ചപ്പോഴും അതൊന്നും നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടോ പ്രോപ്പർലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടോ ഒന്നും അല്ല ലഭിക്കുന്നത്. അപ്പൊ ദൈവം അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും വിളിക്കും പെട്ടെന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോയത്. അപ്പൊ എനിക്കറിയുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ ഏത് കൺസൾട്ടൻസി രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഹല്ലേലൂയ ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അതുകൊണ്ട് കരുത്. അപ്പൊ ഞാൻ ഇത് അയക്കുമ്പോഴെല്ലാം എന്റെ ഉള്ളിൽ ദൈവം പറയാറുണ്ട് നീ വെറുതെ അയക്കത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിൽ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം തരാതെ നമ്മള് പ്രവർത്തിക്കുന്നില്ല എന്ന് ആർക്കും തോന്നണ്ട. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഒരു സമാധാനത്തിനൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേല് അവിടെ എല്ലാം അതുപോലെ ബിസിനസ്സിന്റെ കാര്യം എല്ലാ കാര്യം അപ്പൊ ദൈവം ഇതെല്ലാം നമ്മളിങ്ങനെ ഇരുത്തിയേക്കുമ്പോ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ അല്ലെ ദൈവത്തിന് ഒരു കാര്യം നമ്മളോട് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് നിന്നെ നോക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ന് നീ ജീവിക്കുന്നത് ഞാൻ എപ്പോഴും പറയും ദൈവമാണ് എന്നെ നടത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓരോ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അല്ലെ ദൈവത്തോട് ദൈവമേ നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ദൈവമേ എന്റെ ജീവിതത്തിൽ നീ തന്നെ പറയാം എനിക്ക് മനുഷ്യനായിട്ടും പ്രവർത്തിക്കണം, എനിക്ക് ദൈവം ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കണം, ദൈവം ചെയ്തു തന്നെ അറിയണം. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ വെളിപ്പെടണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ അനേക ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ദൈവം ചെയ്തതാണ്. അപ്പൊ അനേകർക്ക് ദൈവത്തോട് അടുത്ത് വരാനായിട്ട് അത് കാരണമാകണമെന്ന ദൈവം എപ്പോഴും ഓരോ കാര്യം നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവം ഓരോ കാര്യം നന്മകൾ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ആഗ്രഹം ഹല്ലേലൂയ ഇത് ദൈവം ചെയ്തു എന്ന് നമ്മൾ പറയാനായിട്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ചാൻസും ഇല്ല എന്ന് തോന്നെടുത്ത് പ്രവർത്തിക്കും മാത്രം നമ്മൾ പറയാം ദൈവം ചെയ്തു. നോർമലായി നാച്ചുറലായിട്ട് ഒരു കാര്യം നടന്ന ആരും ദൈവത്തിന് മഹത്വം കൊടുക്കുമായിരിക്കും. നമ്മളൊക്കെ സാക്ഷ്യമായിട്ട് ഒരു വാക്ക് നമ്മൾ പോകുന്ന സഭയിൽ കരുതുന്നത് പറയുമായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് മഹത്വം കൊടുക്കാറുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കാം. കാരണം പലപ്പോഴും പല ആൾക്കാര് അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്നും ഈ ലോകത്ത് എന്തോരം നടക്കാറ് എന്റെ ജീവിതത്തിലൊക്കെ കൃത്യമായിട്ട് എന്ന് നടക്കാൻ ഞാൻ പറയാം. എനിക്ക് മെൽസ്പാൽസ് വന്ന സമയത്തും ഞാൻ പറയാം എന്റെ നാവിന്റെ ടേസ്റ്റ് എല്ലാം പോയിട്ട് ആദ്യം അടിച്ചു പോയ സംഭവം അതാണ്. പക്ഷേ എല്ലാം ഫേസ് എല്ലാം ശരിയായിട്ടും അത് തിരിച്ചു വരാറുണ്ട്. ഞാൻ പറയാം കർത്താവിന്റെ മേശയിലേക്ക് കരനീട്ടുന്ന സമയത്ത് ഞാനത് കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എന്റെ ജീവിതത്തിലേക്ക് അന്നത്തെ ദിവസം തന്നെ അതെനിക്ക് സൗഖ്യമായി. ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ ഇവിടെ പ്രളയം വന്ന സമയത്ത് ഞാൻ മറിഞ്ഞു വീണിട്ട് എന്റെ ബാക്കിൽ നല്ല പെയിൻ ആയിരുന്നു വീണെന്റെ.
എത്ര ദിവസം വേദന. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കർത്തൃമേശ എടുക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തിന്റെ കൈ പിടിച്ചിട്ട് മുട്ടുമേലിരുന്ന് ഹാലെ കർത്താവ്, എനിക്ക് മുട്ടുമേൽ ഇരിക്കാൻ പറ്റത്തില്ല അന്നേരം ആ സമയത്ത്. പക്ഷെ ഞാൻ അതും കൊണ്ട് മുട്ടുമേലിരുന്നിട്ട് ഞാനത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദന അന്നും മാറി ഹാലെ. കാരണം കർത്താവിന്റെ മേശയുടെ അല്ലെങ്കിൽ ആ കർത്താവിന്റെ ആ ശരീരത്തിന്റെ അപ്പത്തിന്റെ ശക്തി എന്താണ് തിരിച്ചറിഞ്ഞ വ്യക്തികൾ. അപ്പൊ അത് ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദിവസവും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നമുക്ക് മനസ്സിലാവും. ഹലെ നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്താണ് ഹലെ, നമ്മുടെ ദൈവം ആരാണെന്ന് ഹലെ. മറ്റൊരാൾ പറഞ്ഞിട്ട് അറിയുന്ന ഒരു ദൈവത്തെ അല്ല എനിക്ക് അറിയേണ്ടത് ഹലെ. എനിക്ക് എന്റെ ദൈവം എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്റെ ദൈവം എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ദൈവത്തെ ഹലയിൽ ഉയർത്താനായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇവിടെ ഇത് പറയുന്ന വാക്ക് നമ്മൾ വായിച്ചത് ഹലെ പിന്നെ നമ്മുടെ എന്താ പറയാ പുറപ്പാട് പുസ്തകം എനിക്ക് 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് അവിടെ വായിച്ചത് ഹലെ. സിസ്റ്റർ, എങ്കിൽ എന്റെ ശക്തി നിന്നെ കാണിക്കുന്ന എന്റെ നാമം സർവ്വഭൂമിയിൽ പ്രസ്താവിക്കുവാൻ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ഹാലേലി. അപ്പൊ എന്നിട്ട് എന്റെ ജനത്തെ അയക്കാതിരിക്കാൻ തക്കോണം ഇനിയും അവരെ തടഞ്ഞു നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഫറവോനോട് പറയുന്ന ഒരു വാക്കാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഹാലേലിയ അവിടെ എല്ലാം പോയി കഴിഞ്ഞ് വന്ന് അവരെ വെള്ളിയ പൊന്നും എല്ലാം വാങ്ങിക്കൊണ്ടാണ് പുറപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെയും അപ്പൊ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ഹാലേലി അവിടെ ഇവരെ പിന്തുടരുന്ന ഭാഗമുണ്ട്. പിന്തുടർന്ന് കഴിഞ്ഞ് ഫറവോൻ അവിടെ ചെല്ലപ്പെടുത്തുവാന് 14:10 ഫറവോൻ അടുത്തൊരു ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നുണ്ട്. ഏറ്റവും ഭയപ്പെട്ടു. അവരെ ഇറക്കി വിടം വരെ കൊണ്ടുപോകുന്ന ദൈവത്തെ അല്ല, അവർ പിന്നെയും പിന്തിരിഞ്ഞ് നോക്കിയിട്ട് ഫറവോനൊരു പിന്നാലെ വരുന്നതുകൊണ്ട് ഏറ്റവും ഭയപ്പെട്ട് ഹല്ലേലൂയ. അവിടെ അതിപ്പം 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. വായിച്ചോ, 13-14 വായിച്ചോ. 14-ന്റെ. അതിനു മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ മോശ ഹല്ലേലൂയ ജനത്തോട് പറയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവരുടെ ഭയപ്പെട്ട് അവരെഴുതിയേക്കുന്ന അങ്ങനെ തന്നെയാ. ആമേ, അവർ ഏറ്റവും ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഹാലേലി അവര് വളരെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ഹാലേലി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പിന്തുടർന്ന് ഹാലേലി പല കാര്യങ്ങൾ നമ്മൾ വിടാതെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട് ഹാലേലി. കാരണം അപ്പൊ ഇവിടെ മോശ പറയുന്ന കാര്യം തന്നെ, എനിക്ക് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. അപ്പൊ നിങ്ങൾ ഹാലേലി എവിടെ ആരോടൊപ്പം നടക്കുന്നെന്ന് മനസ്സിലാക്കാം. കാരണം കർത്താവ് നമ്മളുടെ കൂടെയുള്ളപ്പോ നമ്മൾ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഹാലേലി ആമീൻ ഹാലെ നമ്മളെ കരം പിടിച്ച് മുന്നമേ നമ്മൾ എവിടെ പോയാലും നമ്മുടെ മുന്നമേ ദൈവം പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പ്. എന്നിട്ട് പറയുന്നത്, യഹോവ ഇന്നു നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കെ രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുമെന്ന് ഹല. ഈ വാക്യം നമ്മൾ ഓരോരുത്തരും വായിക്കുന്നത് അന്ന് ചെങ്കടൽ പിളർന്ന് ആ ദിവസം ചെയ്ത രക്ഷയെന്നല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് രമയായിട്ട് ഞാൻ എപ്പോഴും പറയും, ഒരു വചനം ഹാലിൽ അതേപോലെ അന്ന് ആ വചനം എന്തിനു വേണ്ടി പുറപ്പെട്ടു അതേ ശക്തി ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടണമെങ്കിൽ അല്ല ഈ വചനം ഹാലെ നമ്മൾ വായിക്കുമ്പോൾ അത് ഇന്നത്തെ ദിവസം എനിക്ക് ദൈവം തന്നതാണെന്ന് ഹാലില്ല ആ വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുക്കവിടെ ഹാലില്ല അതിന്റെ ശക്തി പുറപ്പെടുന്നത് ഹാലില്ല. അതുകൊണ്ട് അവിടെ ഇന്ന് ഇവിടെ പറയുന്ന കാര്യം, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിക്ക് രക്ഷ കണ്ടുകൊള്ളുവിൻ. ഹാലേലിയ. അപ്പൊ അന്ന് പറഞ്ഞ വചനം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അല്ലെ ഇന്ന് നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷ ദൈവം ചെയ്യാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുന്നു പറ. അത് അങ്ങനെ തന്നെ ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടും. ഹാലേലിയ. അത് അതുപോലെ വിശ്വസിച്ച് അന്ന് അത് മോശയോടല്ല പറഞ്ഞു, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോടല്ലേ പറഞ്ഞു, അത് ചെങ്കലിന്റെ മുമ്പിൽ നിന്നല്ല പറഞ്ഞു, അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറയും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ട. ഹാലെ നമ്മൾ ഓരോ വചനം വായിക്കുമ്പോഴും ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ദൈവം ചെയ്യാൻ പോകുന്നതാണ്, അല്ലെ ഇന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് ഈ വചനം ദൈവത്തിന്റെ വായിന്ന് പുറപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ വചനത്തിന്റെ ജീവൻ നമ്മളിലേക്ക് വരുന്നത്. ആ വചനത്തിന്റെ ജീവന്റെ വെളിച്ചം നമ്മളിലേക്ക് വന്ന ഇന്ന് ഏത് വിഷയത്തിലാണ് നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ആ രക്ഷ ചെയ്തിരിക്കും. ഹാലേലുയ. അങ്ങനെ ആ വചനം നമുക്ക് എപ്പോഴും വെളിപ്പെടേണ്ട. ആമേ. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യാൻ രക്ഷ കണ്ടി നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഹാലേലുയ. നമ്മുടെ ജീവിതത്തിൽ ഹാലേലുയ അതുപോലെ ഒരു മിസ്രയീമ്യ ശക്തി പോലെ ഹാലെ പിന്തുടർന്നു കൊണ്ട് ഹാലെ വിടില്ല എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നെങ്കിൽ ഹാലെ ദൈവത്തിന്റെ ആത്മാ എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടവരെ ഇനി ഒരു നാളും കാണിക്കില്ല. കാരണം ഈ
ശക്തിയെ ഈ ഈ പിന്തുടർച്ചയെ അല്ലെങ്കിൽ നമ്മളെ വിടത്തില്ല, നമ്മളെ ഒരു നാളും നമ്മൾ മുമ്പോട്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് വലിക്കുന്ന അങ്ങനെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നെങ്കിൽ അതിന് ഇനി ഒരു നാളും നമ്മൾ കാണത്തില്ലാത്ത രീതിയിലേക്ക് ദൈവം മാറ്റുമെന്ന. അതിന് യഹോവ വന്നിട്ട് എങ്ങനെ കാണാതിരിക്കുന്നത്? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ ശക്തിയുടെ പുറകെ പോകണ്ട. നമ്മൾ അതിനെ കണ്ടിട്ട് ഭയപ്പെടേണ്ട. നമ്മൾ അത് പോകാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഒരു ഒറ്റ കാര്യം മാത്രം വിശ്വസിക്കുക, ദൈവം എനിക്ക് വേണ്ടി ദൈവം എനിക്കിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും. ആ ശക്തി ഇനി ഒരു നാളും എന്റെ പിന്നാലെ വരാതിരിക്കാൻ എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഞാനിവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് വിശ്വസിക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അപ്പൊ എന്താ പറയുക, മോശയോട് ചോദിക്കും, നീ എന്തിനാ നിലവിളിക്കുന്നത്, കൈ നീട്ടാനൊക്കെ പറയുന്നത്. എന്നിട്ട് അടുത്ത 20-ാം വാക്യത്തിൽ, രാത്രി മിസ്രൈമിൻ സൈന്യം ഇസ്രായേലിൻ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു നിന്നും. അടുത്ത 21-ാം വാക്യം വായിക്കുമ്പോഴത്തേന് വായിച്ചു 20 തുടങ്ങി വായിച്ചു സിസ്റ്റർ. ഞാൻ ഈ ഓരോന്ന് വാക്യം പറഞ്ഞിട്ടിരിക്കുന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശെ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ കടലിന്മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിനെതിരായി ഓടി. യഹോവ മിസ്രൈമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ആമേൻ. അവസാനത്തെ വാക്യം, ജനം യഹോവയെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. അപ്പം ആ ദൈവത്തെ ജനം യഹോവ എന്ന് വെച്ചാൽ ഇവർ ഇസ്രായേൽ ജനം മാത്രമല്ല, അത് ചുറ്റുപാടുമുള്ള സകല ജനം ഇത് കേട്ടപ്പോൾ ഭയപ്പെട്ട്. ഹല്ലേലൂയ. കാരണം അന്ന് തുടങ്ങിയിട്ട് ജനത്തിന്റെ എല്ലാം മനസ്സ് വല്ലാത്ത ഭീതി വീണ ഈ ദൈവത്തെ കുറിച്ച്. കാരണം ഈ ഇങ്ങനെ ദൈവത്തെ കുറിച്ച് അവർ കേട്ടിട്ടേ ഇല്ല. സ്വന്തം ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച്, സ്വന്തം ജനത്തെ വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച്. അതുവരെ കേട്ട ദൈവം എന്താ? എല്ലാവരുടെയും ദൈവം എന്താണ്? നമ്മൾ ചെന്ന് എന്തെങ്കിലുമൊക്കെ കൈക്കൂലിയൊക്കെ കൊടുത്താൽ, പോയി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടത്തി തരുന്ന ദൈവത്തെ അവർക്കറിയാളൂ. ഇന്നത്തെ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? എല്ലാവരുടെയും ദൈവത്തിന് മുമ്പ് അതല്ലേ? ചെന്ന് നേർച്ച കാഴ്ചകളൊക്കെ കൊടുത്ത് നമ്മൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്ന ഒരു ദൈവം എന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. അതാണ് അവിടുന്ന് കാണുന്നത്. പക്ഷെ ഈ ദൈവം അങ്ങനെയല്ല. ഈ ദൈവം മനുഷ്യന്റെ കയ്യാലുള്ള ഒന്നും ആഗ്രഹിക്കുന്നത്, പക്ഷെ മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന് അവരെ യുദ്ധം ചെയ്യാനും വിടുവിക്കാനും അവരെ രക്ഷിക്കാനും കഴിവുള്ള ദൈവം. മരിച്ചു പോയ മനുഷ്യരാണെങ്കിൽ പോലും അവരെ മരണത്തിൽ നിന്ന് മടക്കി വരുത്താൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ കുറിച്ച് കേട്ട് അവരൊക്കെ ഭയപ്പെട്ടു. ഇവിടെ നമ്മൾ കാണുന്ന മിസ്രൈമ്യർ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെങ്കടലിലേക്ക് ഇവര് ഇസ്രായേൽ ജനത്തെ നടത്തിയതിന്റെ കൂടെ ഇസ്രായേൽ ജനം ചെങ്കടലിനെ രണ്ടായി വിളിച്ചപ്പോ അവരുടെ നടുക്കുണങ്ങിയ നിലത്തോടെ നടന്നു പോയപ്പോ അത് കണ്ടിട്ട് ഫറവോനും സൈന്യവും അതിന്റെ പിന്നാലെ ചെല്ലാൻ നോക്കി. ഹല്ലേലൂയ. അപ്പൊ ദൈവം നടത്താൻ വേണ്ടി പലതും, പക്ഷെ ഇത് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്യാൻ ആരെങ്കിലൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് ദൈവത്തിന്റെ ജനവും ഒന്ന് പുറത്തുള്ള ജാതികളുമാണ്. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഫേവർ കണ്ടിട്ട് അതിലൂടെ അങ്ങ് ചുമ്മാ ന്യൂട്രലി അതേ കൂടെ അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല സഭയ്ക്കുള്ളിലും പലപ്പോഴും രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ഒന്നും തയ്യാറില്ല. പക്ഷേങ്കില് ദൈവത്തിന്റെ ഫേവർ അനുഭവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുറെ പേരുണ്ട്.
എന്ന് വെച്ചാ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, ഞങ്ങളെ വിടുവിക്കുന്നു. പക്ഷെ ഓക്കെ, ശരിയാണ്, ഹാലയിലൂയ. പക്ഷേ ദൈവം ചെയ്യും, വിടുവിക്കും. പക്ഷെ എപ്പോഴും ഈ ദൈവജനങ്ങൾ പോകുന്നതിന്റെ കൂട്ടത്തിൽ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹാലയിലൂയ, അപ്പൊ ഈ ഫേവർ ഞങ്ങൾക്ക് അനുഭവിക്കാന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ദൈവം ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന വഴിയിലൂടെ ദൈവത്തിന്റെ ജനത്തിന് മാത്രമേ അത് പോകാൻ പറ്റൂ. ആ വാതിലൂടെ ഹാലയിലൂയ മറ്റുള്ളവരകത്തേക്ക് കയറാമെന്ന് വിചാരിച്ച് നമ്മുടെ കല്യാണ സദ്യക്ക് ഉടുപ്പില്ലാതെ, വിവാഹ വസ്ത്രമില്ലാതെ കയറിപ്പോയതിന്റെ അവസ്ഥയായി. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ചോദിക്കുന്നത്, രാജാവ് ചോദിക്കുന്നതൊക്കെ, നീ എങ്ങനെ അകത്ത് വന്നു? നിനക്ക് വസ്ത്രമില്ലല്ലോ, അപ്പൊ രക്ഷയുടെ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്ത് കയറി എന്ന് ചോദിച്ച പോലെ പലപ്പോഴും പലരും വിചാരിക്കും ഇങ്ങനെ അങ്ങ് വഴിയേക്കും, നമ്മുടെ പിന്നാലെ പിടിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ സ്ഥിതിയൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും വരുന്ന ഹാലയിൽ. അവിടെ അവരതുപോലെ ചെയ്യാൻ നോക്കി. പക്ഷെ പ്രഭാതമായപ്പോ എന്ത് പറ്റി? പ്രഭാതയാകുമ്പത്തി യഹോവ അഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ സൈന്യത്തെ നോക്കി, മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കി. ഹാലേലൂയ. അപ്പൊ ദൈവം ഒന്ന് നോക്കിയപ്പോ തന്നെ അവരുടെ ധൈര്യം താറുമാറായി. അവരുടെ രഥ ചക്രങ്ങളുടെ ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോ അവർക്ക് മിസ്രൈമ യുദ്ധം ചെയ്യുന്നു എന്നുണ്ട്. അപ്പോഴവർക്ക് മനസ്സിലായി, ഹല്ലേലൂയ, നമ്മുടെ രഥം പോലും മര്യാദയ്ക്ക്, അതിന്റെ ചക്രങ്ങൾ പോലും മര്യാദയ്ക്ക് ഉരുളാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ ഇവരെ വിട്ട് ഓടിപ്പോയില്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട്, അപ്പൊ നമ്മൾ അബദ്ധത്തിൽ പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. അവർ തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമ്യരുടെ മേൽ അവരുടെ രഥങ്ങളുടെ മേലെ കുതിരപ്പുറം മടങ്ങി വരട്ടെ, കടലിൽ മേലെ കൈ നീട്ട് എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. ഹാലയിലൂയ. അപ്പം മോശ കൈ നീട്ടി, അപ്പൊ ദൈവം പറഞ്ഞു കൈ നീട്ടി കടൽ മടങ്ങി വന്ന്. അത് നമ്മൾ കാണുന്നുണ്ട്. ഹാലയിലൂയ. ഇവിടെ 21 വാക്യത്തിൽ പറയുന്നു, മോശ കടലിന്മേൽ കൈ നീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് കടലിനെ പിൻവാങ്ങിയ ഉറങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ. അപ്പൊ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ദൈവം നിലത്തെ ഉണക്കി. ഹാലയിലൂയ. അവരെ അങ്ങോട്ട് കടത്തിയെങ്കിൽ അടുത്ത ഹാലയിലൂയ തിരിച്ച വെള്ളത്തെ പഴയ സ്ഥിതിയിലേക്ക് മാറ്റി കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം വെള്ളം അടങ്ങിന്നിട്ട് അവിടുത്തെ 30 വാക്യം, ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഭയമായി മാറി. ഇന്നലെ രാത്രി ഞാനിങ്ങനെ നമുക്ക് വേണ്ടി വചനത്തിന് വേണ്ടി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോമാലേഖനെ കിട്ടി. പക്ഷെ റോമാലേഖനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് ഈ വാക്യം തന്നെ 9:16, ഹലേ, ഇതിനായിട്ടല്ല ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ട, എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതെന്ന് തന്നെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം ഹലേ നമുക്ക് വേണ്ടി തന്ന വാക്യം അതാണ്. ഹലേ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ വരെ പോയി വായിച്ചെന്നേ ഉള്ളൂ. ഹലില്ലേ. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് ഫറവോനോട് പറഞ്ഞ്. ഹല്ലേലൂയ. ഫറവോന് ആ ദൈവത്തിന്റെ ശക്തി കാണിച്ചിട്ട് സകല ജനത്തിനെയും കൊണ്ടുവരേണ്ട, അല്ലെ സകല ജനത്തിനും നാമത്തെ എന്റെ നാമം ഭൂമിനെ പ്രസ്താവിക്കപ്പെടെ എന്ന് തിരുവെടുത്ത് ഫറവോന് അരുളി ചെയ്ത് എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് മനസ്സുള്ളവരോട് അവന് കാരണം ഒന്നും തനിക്ക് മനസ്സിലുള്ള കാരണം കഠിനമാക്കുകയും ചെയ്യും. അപ്പൊ ഇതിനായിട്ടില്ല അന്ന് ഫറവോനെ നിർത്തിയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി കാണിച്ച് മറ്റുള്ള മനുഷ്യരെ ഹല്ലേലൂയ അവരെ എല്ലാവരും അവരെ എല്ലാവരുടെ മുമ്പിലേക്ക് അടയാളമാക്കി, അല്ലെങ്കിൽ എന്താ പറയാ, സർവശക്തി അപ്പൊ സർവ്വജനത്തിന് മുമ്പിൽ ദൈവത്തിന്റെ നാമത്തെ പ്രസ്താവിക്കുക. ഇന്ന് ദൈവം നമ്മളോടും പറയുന്നത് തന്നെ ഇതിനായിട്ടാണ് നമ്മളെ നിർത്തിയേക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ നിർത്തിയേക്കുന്നത് എന്താ? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നിയോ ഇത് കഠിനമാണല്ലോ, ഈ പോക്ക്, ഈ യാത്ര ഇച്ചിരി കഠിനമാണ്, ഇച്ചിരി പ്രയാസമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടാവും, ഹല്ലേലൂയ നിന്റെ ദൈവം എവിടെയെന്ന്, അല്ലെ? നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്താ? ഒന്നും കാണുന്നില്ലല്ലോ, ഇത്ര നാളായാലും കുറെ നാളായാലും തുടങ്ങിയിട്ട് നിന്റെ ദൈവം എവിടെയെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നേരിട്ട് ചോദിച്ചവരുണ്ട്, നേരിട്ട് ചോദിക്കാതെ മനസ്സിൽ ചോദിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഈ ദൈവം ആരാണെന്ന് കാണിക്കണ്ടേ? ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നിർത്തിയേക്കുന്ന ദൈവം, ഹല്ലേലൂയ, അങ്ങനെ ദൈവം നമ്മളെയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ കാണാൻ പോകുന്നത്. ദൈവം ഇതുവരെ, ഞാൻ പറയാം, നമ്മുടെ ദൈവം ഇതിൽ തുടങ്ങിയിട്ടില്ല. നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യം തന്നെ പറഞ്ഞത്, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാരണം എല്ലാവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവപ്രവൃത്തിയൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ അങ്ങോട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പം കർത്താവ് എന്റെ ആത്മാവ് നമ്മളോട് പറയും, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും ഇടയ്ക്കും പറയാറുണ്ട്, ഞാൻ ഇതുവരെ എന്റെ പ്രവൃത്തി നിന്നെ വെളിപ്പെടുത്തി തുടങ്ങിയിട്ടില്ല.
കാരണം ദൈവം നമ്മളെ ദൈവത്തിന്റെ പ്രദർശനശാലയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ഇത്ര നാള് ദൈവത്തെ ആർക്കെങ്കിലും ഒരു 10 രോഗികൾ സൗഖ്യമായോ, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷയിലേക്ക് 5 6 ആളെ അല്ലെങ്കിൽ 10 പേരെ നമ്മളെ രക്ഷയിലേക്ക് നടത്തി, ഇതൊന്നുമല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഹാലേലൂയ അവിടെ അറിയാം നമുക്ക് ആ മില്യൺസ് ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഇന്നലെ താറാബസ് രാത്രി സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ട്രക്ക് നിറച്ച് ആത്മാക്കളുമായി ചെല്ലുമ്പോൾ നമ്മൾ കൈയും വീശി ചെല്ലേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരിക്കലും വരുത്തത്തില്ല. ഹല്ലേലൂയ. ആ ഒരു ട്രക്ക് നിറച്ചാണെങ്കിൽ നമ്മൾ ട്രെയിൻ നിറച്ച ആൾക്കാരെ കൊണ്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. അതുപോലെ ആ ആത്മാക്കളെ നേടിയിട്ട് തന്നെ ചെല്ലും. കാരണം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയും ദൈവം. നമ്മുടെ ഹൃദയത്തിൽ ആ വാഞ്ച കടന്നാൽ അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പ്രാർത്ഥിക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറ്, നമ്മുടെ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തലയിൽ കൈവച്ച് ഒരാൾ ചെന്നിട്ട് രക്ഷപ്പെട്ട ഇത് പറഞ്ഞു കൊടുക്കാൻ, തലയിൽ കൈവച്ച് ആ കണ്ണിന് കാഴ്ച തിരിച്ച് പ്രാപിക്കാനൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു അനന്യാസിനെ പറഞ്ഞു വിട്ട് എന്താ ഞാൻ എന്റെ മനസ്സിൽ പോയത്. കാരണം അന്നത്തെ ഒന്നാമത്തെ സഭയിൽ അപ്പോസ്തലൻ പത്രോസ് ആയിരുന്നില്ല. എന്തുകൊണ്ട് പത്രോസിനെ പറഞ്ഞു വിട്ടില്ല? കാരണം ഇത്രയും വലിയൊരു പത്രോസിനെക്കാട്ടി ശക്തനായ ഒരാളെ പുറത്തെടുക്കാൻ വേണ്ടി. അപ്പൊ അന്നേരം ഉള്ളിൽ ഏറ്റവും ശക്തനായ ഒരാളെ പറഞ്ഞു വിടണ്ടേ? ഹാലേലൂയ. അല്ല, കാരണം ദൈവം ഹാലേലൂയ അവിടെ എനിക്ക് തോന്നുന്നു ആ ദേശത്ത് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനന്യാസായിരിക്കും. ആ പട്ടണത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവം അവരെ തന്നെ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ ചെങ്ങന്നൂർ പട്ടണത്തിൽ ഹാലേലൂയ ദൈവത്തിന് വലിയൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ നമുക്ക് എപ്പോഴും അവിടെ ആ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി കിടുന്ന് നമ്മുടെ ജോളിയാന്റിയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ ജോളിയാന്റ് തന്നെ ഹാലേലൂയ അതിന് യോഗ്യ എന്ന് വിചാരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലേലൂയ ദൈവത്തിന് അറിയുന്ന ആൾക്കാർ അനേകർ അവിടെ ഉണ്ട്, പ്രസംഗിക്കത്തൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ സ്വർഗവുമായിട്ട് എപ്പോഴും കണക്ട് ആയി നിൽക്കുന്ന മനുഷ്യർ പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് പ്രാർത്ഥിക്കുന്നവർ. ഹല്ലേലൂയ. ദൈവമായിട്ട് എപ്പോഴും നമ്മൾ ഒത്തിരി വചനം പ്രസംഗിച്ചിട്ടോ വചനം വായിക്കുന്നത് കൊണ്ടോ വചനം കേൾക്കുന്നവരെ അല്ല ദൈവത്തിന് കൂടുതൽ അറിയാവുന്ന ദൈവത്തിന് കൂടുതൽ അറിയാവുന്ന എപ്പോഴും നമ്മൾ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്ന അത്രയും എന്റെ പ്രാർത്ഥന. അപ്പൊ ദൈവമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും നന്നായി ദൈവത്തിന് അറിയാവുന്ന വ്യക്തി. എല്ലാവരെയും ദൈവത്തിന് അറിയാം. നമ്മുടെ ഉള്ളം ജന്മം മുതൽ മരണം വരെ അല്ലെങ്കിൽ നമ്മുടെ സകലം ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നെങ്കിലും ഹലില്ല നമുക്ക് എല്ലാവരും ദൈവത്തിനറിയാം. ഇപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അറിയാം അല്ലെ? ഇന്ത്യയിൽ ആർക്കെങ്കിലും അറിഞ്ഞ പുള്ളി അറിയാത്തത് ഉണ്ടോ? എന്താ അനങ്ങാതിരിക്കുന്നത്? ഇല്ല. പക്ഷേല് അങ്ങേർക്ക് എത്ര പേരെ അറിയാം? പുള്ളിക്കാരൻ എത്ര പേരറിയാം? പുള്ളിക്കാരൻ അറിയുന്ന ആൾക്കാർ പുള്ളിയുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ ബന്ധത്തിൽ റിലേഷൻഷിപ്പിലുള്ളവർക്ക് മാത്രമേ പുള്ളിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ജനം എല്ലാം പറയും. അപ്പൊ നമ്മൾ എനിക്ക് പുള്ളിയെ അറിയട്ടോ, അതുകൊണ്ട് ഈ കാര്യമൊക്കെ അവിടെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ സോറി, പുള്ളിക്കറിയാമെങ്കിൽ നമ്മുടെ കാര്യം സാധിക്കത്തുള്ളൂ. നമ്മുടെ കാര്യം പറഞ്ഞു വിട്ടാല് ഹല്ലേലൂയ നമ്മൾ പറയാ ഇന്നയാളെ എനിക്കറിയാം അതുകൊണ്ട് ചെന്നാൽ മതി ഈ കാര്യം സാധിപ്പിച്ച് തരുമെന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തിക്ക് നമ്മളെ അറിയണം. ഇതുപോലെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ദൈവത്തെ അറിയാം പക്ഷെ ദൈവത്തിന് എത്ര പേരെ നമ്മളിപ്പോൾ എന്റെ ദൈവം കേട്ടോ ഞാൻ പറഞ്ഞാലും ദൈവം ചെയ്തു തരും ആ കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറയാൻ എനിക്ക് ഉറപ്പ് വരണമെങ്കിൽ ഹല്ലേലൂയക്കാണ് എന്റെ ദൈവത്തിന് എന്നെ അതുപോലെ അറിയണം. അറിയാനായിട്ടാണെങ്കിൽ ദൈവത്തിന് എല്ലാവരെയും അറിയാം എന്നുള്ളത് നമ്മുടെ ഒരു പ്രപഞ്ച സത്യമാണ്. ദൈവത്തിന് അറിയാത്ത ആർക്കും. പക്ഷേ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴമാണ് നമ്മൾ ദൈവത്തോട് എന്തോരം നേരം സംസാരിക്കും, നമ്മൾ ദൈവമായിട്ട് എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവം എല്ലാം അറിയുന്നതാണെങ്കിലും പക്ഷെ നമ്മൾ പറയണം, നമ്മൾ സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം അറിയാം ദൈവത്തിന്. ഞാൻ പലപ്പോഴും നേരത്തെ പറയാം കർത്താവേ എന്റെ കാര്യം എല്ലാം നിനക്ക് അറിയാമല്ലോ, പിന്നെ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ചെയ്താൽ ആ സ്തോത്രം. പക്ഷെ പിന്നെ കുറച്ചു കഴിയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു മനസ്സിലാക്കി തന്നു നിന്റെ കാര്യം എല്ലാം അറിയാമെങ്കിലും നീ അതെന്നോട് പറയുന്നത് എനിക്ക് കേൾക്കുമ്പോഴാണ് എനിക്ക് അത് നീ ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ പോലും ഓടി വന്നിട്ട് അപ്പ ഇതിങ്ങനെ ഒരു കാര്യം ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ഞാനൊക്കെ എന്റെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഞാനിങ്ങനെ അതല്ല ഞാൻ അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാത്തപ്പം ഞാൻ ദൈവത്തോട് സംസാരിക്കും. ഇതങ്ങനെ ആയില്ലേ, ഇതിങ്ങനെയാണ്, അതങ്ങനെ വരുന്നില്ല, എങ്ങനെ വരുന്നില്ല, ഇതൊക്കെ അറിയാവില്ല, അതങ്ങനെ എന്ന് വെച്ചാൽ നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z സംസാരിക്കുക. അത് നമ്മൾ മൗനമായിട്ടിരുന്ന് ദൈവം എന്നൊരു മറുപടി പറയുന്നത് കേട്ട് അങ്ങനെ നമ്മൾ എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ആ ദൈവത്തോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേനെ അത് മാറിക്കിട്ടും.
അപ്പൊ നമ്മൾ പറയണം ദൈവത്തോട് കുഞ്ഞു 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 കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലത് ദൈവത്തിനെല്ലാം അറിയാം, സർവ്വം അറിയുന്ന ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വശക്തനാണ്. ദൈവത്തിന് അറിയാത്ത ഒന്നുമില്ല എങ്കിലും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ വന്നിരുന്ന് ഇങ്ങനെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ മൊത്തം കഥയൊക്കെ ഒന്നും പറയത്തില്ല. അവിടെ എന്ത് സംഭവിച്ചു കൊടുക്കുന്നത് അവരങ്ങനെ നോക്കി വരും, ഇന്നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറയുമ്പം കേൾക്കാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ എത്ര തിരക്കൊണ്ടല്ലോ കേൾക്കുന്ന പോലെ നമ്മുടെ ദൈവത്തിന് എന്നോട് തന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഈ 24 മണിക്കൂർ ദൈവത്തിനെ ശല്യപ്പെടും, ദൈവത്തിന് ഈ ലോകത്തിൽ ബാക്കിയുള്ള മനുഷ്യരുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടായോ? അപ്പൊ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറയാനും കൂടെ സമയം കൊടുക്കുന്നത് തമാശയായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും, ഈ ലോകത്ത് എത്ര കോടി ജനമുണ്ടെങ്കിലും അവരെയൊക്കെ കാട്ടി ഇമ്പോർട്ടന്റ് ആണ് എന്റെ കാര്യം ദൈവത്തിന്. എന്റെ കാര്യം കേട്ടിട്ട് ദൈവം മറ്റൊരാളുടെ കാര്യം കേൾക്കാൻ പോകത്ത്. ഇതായിരിക്കണം നമ്മുടെ എല്ലാവരും വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധം. പാട്ട് പാടാൻ അറിയത്തില്ലേ? ഒരു വിഷമം വേണ്ട. നിങ്ങൾ പാടിക്കഴിഞ്ഞാൽ കർത്താവ് പറയും, ദൂതന്മാരൊക്കെ ഒന്ന് നിർത്ത്, കുറച്ച് സൈലന്റ് ആകും, എന്റെ മോൾ അവിടെ നിന്ന് പാടുന്നുണ്ട്, ഞാൻ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയും. കാരണം അതുപോലെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും പ്രഷ്യസ് ആണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഇത്ര പ്രഷ്യസ് ആയ, നമ്മൾ അത്രയും പ്രഷ്യസ് ആയ കരുതുന്ന ദൈവത്തിന് നമ്മുടെയൊക്കെ കാര്യങ്ങൾ ചിന്തയില്ലാതിരിക്കുവോ? നമ്മുടെയൊക്കെ കാര്യങ്ങൾ കാണാതിരിക്കുവോ? നമ്മുടെ സങ്കടങ്ങൾ കാണാതിരിക്കുവോ? നമ്മുടെ പ്രയാസങ്ങൾ കാണാതിരിക്കുവോ? ഒരിക്കലുമില്ല. നമ്മൾ സങ്കടപ്പെട്ടിരുന്ന് കരയുമ്പോൾ ദൈവം ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കത്തില്ല, ദൈവം സന്തോഷിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കല്. നമ്മുടെ ദൈവം നമ്മുടെയൊക്കെ കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചില താൽക്കാലിക സങ്കടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്നെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തിന് എല്ലാം ലഭിക്കുകയാണെങ്കിൽ ദൈവത്തിന് വല്ല മഹത്വം കൊടുക്കുമോ? നമ്മൾ കൊടുക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം കൊടുത്ത്, എല്ലാം ദൈവം നമ്മൾ ആഗ്രഹിച്ച തന്നിന് നമ്മൾ ഇന്ന് ഈ വിശ്വാസത്തിൽ ഇത്രത്തോളം തീഷ്ണതയോട്, ഇത്രത്തോളം സ്നേഹത്തോട്, ഇത്രത്തോളം പ്രത്യാശയോട് നമ്മൾ ദൈവസന്നിധി കാണത്തില്ലായിരുന്നു. ദൈവം പറഞ്ഞതുപോലെ ഒരിക്കൽ പറഞ്ഞ പോലെ, എനിക്ക് നീ കുറച്ചു നാളുടെ തീയത്തിരിക്കുന്നത് പുകയത്തിരിക്കുന്നത് അല്ല എന്റെ വിഷയം. നീ പൊട്ടിപ്പോകരുത്, അതാണ് എന്റെ വിഷയം. നമുക്ക് ദൈവം, നമ്മൾ ഇവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടിലോ ഞെരുക്കത്തിലോ പ്രയാസത്തിലോ പോകുന്നതല്ല ദൈവത്തിന് പ്രശ്നം. ദൈവത്തിന് നമ്മളെ നിത്യതയിൽ കാണണമെന്നുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതിന് വേണ്ടിയിട്ട് ദൈവം നമ്മൾ ഇച്ചിരിയൊക്കെ പ്രയാസത്തിലുള്ള പ്രശ്നത്തോടെ പോയാലും ദൈവം അത് കണ്ടില്ലെന്നായിരിക്കും. കാരണം ദൈവത്തിന് നമ്മളെ വേണം അവിടെ. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന സകല ഭൂമി അതിന്റെ കൂടെ ദൈവത്തിനുള്ളതാണെങ്കിൽ ഈ ഭൂമി കാണുന്ന സകലതും നമുക്ക് വേണ്ടി തരാൻ ഒരു സെക്കൻഡ് പോലും ദൈവത്തിന് വേണ്ട. പക്ഷേ ദൈവം തരാതിരിക്കുന്നെങ്കിൽ അതിനെ കാരണം അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായ ദൈവത്തോട് നമ്മൾ രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമ്മൾ ഉണ്ടാകണം. മരിച്ചിട്ടാണെങ്കിലും ജീവനോട് ഇരിക്കുമ്പോഴാണെങ്കിലും ദൈവസന്നിധി നമ്മളെ എത്തിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. നിത്യതയിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ എന്റെ ജീവിതം ചെയ്യാൻ നോക്കി പറയാറുണ്ട്, ചിലപ്പോൾ നമുക്ക് അന്നൊക്കെ ചോദിച്ചപ്പോ തന്നെ ഇതെല്ലാം ഇങ്ങനെ തന്നിരുന്ന നമ്മളെല്ലാം ഇതെല്ലാം ഇത്രത്തോളം തീഷ്ണത, ഇത്രത്തോളം പ്രത്യാശ, ഇത്രത്തോളം സ്നേഹത്തോട് ദൈവത്തിന് നമ്മളെ കാണത്തില്ലായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ദൈവത്തിന് നമ്മൾ ആ ഒരു കാര്യമാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ലോകത്തിൽ ഇച്ചിരി ഇച്ചിരി കരഞ്ഞാൽ, ഇച്ചിരി വിഷമിച്ചാൽ ഒന്നും അത് വിഷയമല്ല. കാരണം പക്ഷെ നമുക്ക് യുഗങ്ങളോളം ദൈവത്തോടുകൂടി സന്തോഷിക്കാനുള്ള അവസരം നമുക്ക് തരിക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ, ഞാൻ നേരത്തെ ചില സഭയിലൊക്കെ ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് പ്രാർത്ഥിക്കും, ഉടനെ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. എനിക്ക് ഭയം അത് കേൾക്കുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇങ്ങനെ ദൈവം ചെയ്തോട് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇതുപോലെ തന്നെ ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്ന മുമ്പ് ഇങ്ങനെ തരുമെന്ന. ഇല്ല, അത് ആദ്യ വിശ്വാസത്തിലേക്ക് നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും ചോദിക്കുമ്പോൾ കൊടുക്കുമെന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ മെച്യൂരിറ്റി പ്രാപിച്ച് പക്വതയിലേക്ക് എത്തും തോറും ഇത് അത്ര വേഗത്തിലൊക്കെ സാധിക്കാതാകുന്ന സമയത്ത് അവരെങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ്. കാരണം പലപ്പോഴും പലരും വിശ്വാസ ജീവിതത്തിൽ വിട്ടുപോയിട്ടുണ്ട്. കാരണം ചോദിച്ചപ്പോഴെല്ലാം കിട്ടാനില്ല. അവര് പോകുമ്പോ ദൈവത്തിനറിയാം അവര് പോകുമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അവരെ നോക്കി ദൈവം പറയും, കർത്താവ് പറയും, അവര് ഇതൊന്നും കണ്ടിട്ടല്ല വന്നത്, അപ്പം കിട്ടിയോണ്ട വന്നത്.
ഹല്ലേലൂയ. ആ അപ്പം കിട്ടും. അപ്പത്തിന് വേണ്ടി വരുന്നവര് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഉള്ളവർക്ക് കുറച്ച് അപ്പമൊക്കെ ചോദിച്ചാൽ ദൈവം അപ്പമൊക്കെ കൊടുക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാതെയൊക്കെ കൊടുക്കും. കാരണം വെച്ചാൽ അവർക്ക് അപ്പത്തിനായിട്ടുള്ള നോട്ടം മാത്രമേ ഉള്ളൂ. നമ്മൾ പക്ഷെ അപ്പത്തിനായിട്ട് വേണ്ടിയിട്ടായിരിക്കില്ല ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം മുടക്കിക്കളയുമ്പോഴും, ചിലതൊക്കെ നമുക്ക് ലഭിക്കാതിരിക്കുമ്പോഴും, ചിലതൊക്കെ ഹല്ലേലൂയ നമുക്ക് തോന്നുന്നത് അർഹതപ്പെട്ടതായിട്ട് പോലും നമുക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ക്ലെയിം ചെയ്ത് പറയുമ്പോഴും ദൈവം അനങ്ങാതിരിക്കുന്നെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നിങ്ങളെയൊക്കെ ദൈവം ഹല്ലേലൂയ എന്തിനു വേണ്ടി നിർത്തിയേക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മൾ കാണിക്കേണ്ടതിനായിട്ട് സർവ്വ ഭൂമിയിൽ പ്രസ്താവിക്കപ്പെട്ട് ദൈവത്തിന്റെ നാമത്തെ പ്രസ്താവിക്കപ്പെടേണ്ടതിന് വേണ്ടി നമ്മൾ നിർത്തുക. അപ്പൊ ദൈവത്തിന് കരുണ തോന്നുന്നവരുള്ള ഒരു കരുണ തോന്നും, ദൈവത്തിനോട് കനിവ് തോന്നുന്നവർ കനിവ് തോന്നും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവർക്ക് അതുണ്ടല്ലോ, ഇവർക്ക് ഇതുണ്ടല്ലോ, എനിക്ക് തന്നില്ലല്ലോ എന്ന് നമ്മൾ പറയേണ്ട. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അതൊന്നുമല്ല. നമുക്ക് ഈ ഭൂമിയിൽ അതും ഇതും തരുന്നതൊന്നും അല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി അതിനെക്കാട്ടിയൊക്കെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങനെ അയ്യോ എനിക്ക് അത് തരാതിരിക്കുന്ന ദൈവത്തെ കുറിച്ചൊന്നുമല്ല ഭയപ്പെടേണ്ട. പക്ഷെ ഇന്ന് നമ്മൾ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കുറച്ച് ദിവസമായി ദൈവം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുൻപോട്ട് വിടില്ല എന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതിന് നമ്മൾ ഒരു നാളും ഇനി കാണാത്ത രീതിയിലേക്ക് ഒരു നാളും അത് നമ്മളോട് വാദിക്കാത്ത, അത് ഒരു നാളും നമ്മുടെ നമ്മുടെ മുമ്പിൽ അത് വിഷയമായിട്ട് നിൽക്കാത്ത രീതിയിലേക്ക് ദൈവത്തിന് അതിന് മാറ്റാനായിട്ട് ദൈവം മാറ്റിക്കളയും. അത് കാരണം ഇനി നമ്മുടെ കാഴ്ചവെട്ട് തന്നെയായിരിക്കും. അത് ഒരിക്കലും നമ്മുടെ തലയ്ക്കും ഇതൊരു പ്രശ്നമായിട്ട്, നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കാതെ വണ്ണം അത് എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിത്തരുമെന്ന് ദൈവത്തിന്റെ ഒരു ആത്മാവ് കുറെ ദിവസങ്ങളായിട്ട് ഇത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ആ ഒരു വചനം അതുപോലെ ഇന്ന് കണ്ട മിശ്രനെ ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞ പോലെ അവരെ ചെങ്കടലിൽ ആഴത്തിലേക്ക് നീക്കി കളഞ്ഞതുപോലെ ചില ശത്രുവിന്റെ ചില പിന്തുടർച്ചകളെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ അതിനു വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇത്തിരി കഠിനമായ ശോധനയിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിനെ ഓർത്തൊന്നും ഭയപ്പെടണം. നമ്മുടെ ദൈവത്തെ നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ മിണ്ടാതെ വിശ്വസിക്കുക. നമ്മൾ ദൈവത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മിണ്ടാതിന് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ ദൈവം വിടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിനെ സോൾവ് ചെയ്യാൻ കഴിയും. ദൈവത്തിന് സോൾവ് ചെയ്യാൻ ചെയ്യാത്ത ഒരു പ്രശ്നവും ഇല്ല. ആ ദൈവത്തെ തന്നെ പ്രത്യാശിക്കുക. മാനുഷ്യമായിട്ട് ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. മാനുഷ്യമായിട്ട് ഒന്നിലും ആശ്രയിക്കാൻ നിൽക്കരുത്. ദൈവത്തിൽ തന്നെ പൂർണ്ണ പ്രത്യാശ. ആ ദൈവം നമ്മളെല്ലാം വിടുവിക്കാനും രക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ കഴിയുന്ന ദൈവത്തെ നമ്മൾ ആശ്രയിക്കും. നമ്മുടെ ദൈവം ആരാണ് തിരിച്ചറിഞ്ഞ് തന്നെ ആ ദൈവത്തിന്റെ വലിപ്പത്തെ അറിഞ്ഞു തന്നെ നമ്മൾ ചെങ്കടലിലെ ഒറ്റ രാത്രി ഒരു ചെറുക്കൻകാരനെ അടുപ്പിച്ച് ആ ചെങ്കടലിനെ പിളർക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയമാണെങ്കിലും ദൈവത്തിന് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലില്ല. ആ ദൈവത്തെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുക. ആ ദൈവത്തെ തന്നെ ആശ്രയിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.